തലസ്ഥാനത്തെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ ഇടതുപക്ഷ ജനപ്രതിനിധികളെ തുറന്ന ചർച്ചയ്ക്ക് വെല്ലുവിളിച്ച മേയർ വി രാജേഷ്. വർഷങ്ങളോളം നഗരഭരണം കൈയാളിയിരുന്ന ഇടതുപക്ഷ പ്രതിനിധികൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരാജയം മറച്ചുവെക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നതെന്നും കഴിഞ്ഞ ജനുവരി മുതൽ നഗരം കടുത്ത കുടിവെള്ളക്ഷാമത്തിലാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 45 വർഷം കൊണ്ട് കോർപ്പറേഷനെ തിരുവനന്തപുരത്തെ അവതാളത്തിലാക്കി. കോർപ്പറേഷൻ മാത്രമല്ല, ജലസേചന വകുപ്പ് ഉൾപ്പെടെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ സിറ്റിയിലുള്ള 3 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിമാർ, LDF സ്ഥാനാർത്ഥിമാർ അറിഞ്ഞിട്ടുണ്ടോ 35% വെള്ളം ലീക്കാവുന്നു അരുവിക്കരുന്ന് കൊണ്ടുവരുമ്പോൾ? അതുകൊണ്ടാണ് ഫോഴ്സ് ഇല്ലാത്തത്. ഈ കുടിവെള്ള പ്രശ്നം ഇപ്പോൾ ജനങ്ങൾക്ക് രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാവാതെ പിടിച്ചിരിക്കുന്നത് എങ്ങനെയെന്നറിയോ? തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്തതുപോലെ ഓരോ വാർഡുകൾക്കും ഓരോ ടാങ്കർ കുടിവെള്ളം സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ളം ഉറപ്പാക്കാൻ മുൻ ഭരണസമിതികൾ എന്ത് ചെയ്തുവെന്ന് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. ദീർഘകാലം ഭരണത്തിലിരുന്നിട്ടും പരിഹരിക്കാൻ കഴിയാത്ത തങ്ങളുടെ വീഴ്ചകൾ പുതിയ ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും മേയർ കുറ്റപ്പെടുത്തി. ഇവർ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? 1990കളിൽ അരുവിക്കരയിൽ നിന്നും വെള്ളം ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഇട്ട പൈപ്പ് 30 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ കാലാവധി കഴിയും. അതിനു മുൻപ് തന്നെ പുതിയ പൈപ്പ് ലൈൻ ഇട്ടെങ്കിൽ മാത്രമേ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാവുകയുള്ളൂ. അതിന് ഇവർക്കാർക്കും തന്നെ സാധിക്കാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം പട്ടണം ഇന്ന് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത്. ഈ വിഷയത്തിൽ ഏത് വേദിയിലും തുറന്ന ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്നും വി രാജേഷ് പ്രഖ്യാപിച്ചു. ഭരണത്തിൽ ഇരുന്നപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ പേരിൽ ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾക്കിടയിൽ വില പോകില്ല എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. നഗരത്തിൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനു പകരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഒളിച്ചോടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മേയർ കൂട്ടിച്ചേർത്തു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.